ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് പാണ്ടാമോളീസിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ മോളി ഫിഷിന്റെ ഒക്കെ തന്നെ വേറൊരു ഐറ്റമാണ് ഈ പാണ്ടാമോളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കളർ വരുന്നത് പകുതി ബ്ലാക്കും പകുതി ഗോൾഡൻ കളറുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവരുടെ മെയിൽ ആൻഡ് ഫീമെയിലിനെ പരിചയപ്പെടാം. അതേപോലെ തന്നെ ഇതിൽ കിടക്കുന്ന 3 മെയിൽ ഫിഷുകളാണ്. മെയിൽ ഫിഷുകളെ പെട്ടെന്ന് തിരിച്ചറിയാനായി ഗോണോപോഡിയം എന്ന് പറയുന്ന ഒരു പ്രത്യേക കൂർത്ത അവയവം ഇവയുടെ വയറിന് താഴെയായി കാണാനായി സാധിക്കും. ഇനി ഫീമെയിൽ ഫിഷുകളുടേതാണ്. ഇതിൽ കിടക്കുന്ന 4 ഫീമെയിൽ ഫിഷുകളാണ്. മെയിൽ ഫിഷുകളെ അപേക്ഷിച്ച് ഫീമെയിൽ ഫിഷുകൾക്ക് അനൽ ഫിൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് റൗണ്ട് ഷേപ്പിലായിരിക്കും കാണാനായി സാധിക്കുക. അപ്പോൾ ഇവരുടെ പ്രൈസ് വരുന്നത് പെയറിന് ഏകദേശം 40 രൂപയാണ്. ഏകദേശം 4 പെയറോളം വരുന്ന ഫിഷുകളെ ആയിരുന്നു നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം ചത്തുപോയിട്ട് ബാക്കി വരുന്ന 7 എണ്ണത്തെയാണ് നിങ്ങൾ ഇതിൽ കാണുന്നത്. അതേപോലെ തന്നെ ഇതിൽ കിടക്കുന്ന മെലിഞ്ഞതും തീരെ ചെറിയ ശരീരമുള്ളതുമാണ് മെയിൽ ഫിഷുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഫീമെയിൽ ഫിഷ് എന്ന് പറയുന്നത് തടിച്ചുരുണ്ട ശരീരമുള്ളതായിരിക്കും. അതേപോലെ തന്നെ പലതരത്തിലുള്ള മോളി ഫിഷുകൾ ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. അത്തരത്തിലുള്ള മോളി ഫിഷുകളിൽ ബലൂൺ മോളീസ്, സെയിൽഫിൻ മോളീസ്, ഡാൽമേഷ്യൻ മോളീസ് എന്നിങ്ങനെയുള്ള വെറൈറ്റി മോളികളിൽ പെട്ട ഒന്നാണ് പാണ്ടാമോളികൾ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ മോളി ഫിഷുകളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായി പോകുന്നത്. ഗോൾഡ് പാണ്ടാമോളികൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഗോൾഡസ്റ്റ് മോളികൾ എന്നും അറിയപ്പെടുന്ന പാണ്ടാമോളികൾ കറുപ്പും സ്വർണവും നിറങ്ങളുടെ തിളക്കത്തിന് പേരുകേട്ട ഒരുതരം ജീവനുള്ള ശുദ്ധജല മത്സ്യമാണ്. ഇവയുടെ സമാധാനപരമായ സ്വഭാവവും കാഠിന്യവും കാരണം കമ്മ്യൂണിറ്റി അക്വേറിയങ്ങൾക്ക് പറ്റിയ ഒരു ജനപ്രിയ അക്വേറിയ മത്സ്യമായി കണക്കാക്കാം. പാണ്ടാമോളികൾ സാധാരണയായി പകുതി കറുപ്പും പകുതി സ്വർണ്ണ നിറവുമാണ്. എന്നാൽ സ്വർണ്ണ നിറത്തിന് പകരം വെള്ള നിറമുള്ള ചില വ്യതിയാനങ്ങൾ നിലവിലുണ്ട്. പാണ്ടാമോളികൾ മുട്ടയിടുന്നതിന് പകരം ജീവനുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. പാണ്ടാമോളികൾ പൊതുവെ സമാധാനപ്രിയ പരിപാലിക്കാൻ എളുപ്പമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇവയെ തുടക്കക്കാർക്ക് വളർത്താൻ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഫിഷാണ്. കറുപ്പും സ്വർണവും തമ്മിൽ ശ്രദ്ധേയമായ വ്യത്യാസമാണ് പാണ്ടാമോളികൾക്കുള്ളത്. പലപ്പോഴും തിളങ്ങുന്ന സ്വർണ്ണ നിറം ഇവയ്ക്കുണ്ടാകും. എന്നാൽ ലൈറേറ്റയിൽ ഇനങ്ങൾക്ക് വ്യതിരിക്തമായ സി ആകൃതിയിലുള്ള വാലുകളുണ്ട്. തടവിൽ കഴിയുമ്പോൾ ഇവയ്ക്ക് സാധാരണയായി ഏകദേശം 3 മുതൽ 4 ഇഞ്ച് വരെ, അതായത് ഏകദേശം 7 മുതൽ 10 സെന്റിമീറ്റർ വരെ വലിപ്പത്തിൽ വളരാൻ കഴിയും. ഇവ പൊതുവെ സമാധാനപരവും സാമൂഹിക സ്വഭാവമുള്ളവയുമാണ്. ഇവ കൂട്ടമായി വളരുന്നു. ആക്രമണകാരികളല്ലാത്ത മറ്റു മത്സ്യങ്ങളുമായി നന്നായി ഇടപഴകുന്നു. എന്നാൽ ആൺമത്സ്യങ്ങൾ ചെറിയ പ്രാദേശിക സ്വഭാവം പ്രകടിപ്പിച്ചേക്കാം. പാണ്ടാമോളികൾക്ക് കടുപ്പമുള്ളതും ക്ഷാര സ്വഭാവമുള്ളതുമായ വെള്ളമാണ് ഇഷ്ടം. ഉപ്പുവെള്ളം ഉൾപ്പെടെ വ്യത്യസ്ത ലവണ നിലകളുമായി ഇവയ്ക്ക് പൊരുത്തപ്പെടാൻ കഴിയും. ഇവ സർവ്വഫുക്കുകളാണ്. അടരുകൾ, ഉരുളകൾ, ആൽഗെ, വേഫറുകൾ, പച്ചക്കറികൾ പോലുള്ള വൈവിധ്യമാർന്ന ഭക്ഷണക്രമമാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ ജീവിത കാലയളവ് എന്ന് പറയുമ്പോൾ ശരിയായ പരിചരണത്തോടെ നോക്കുകയാണെങ്കിൽ ഇവർ സാധാരണയായി 3 മുതൽ 5 വർഷം വരെ ജീവിക്കുന്നു. പാണ്ടാമോളികൾ പ്രസവിക്കുന്ന മത്സ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ 25 ഗാലൺ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു ടാങ്കിൽ ധാരാളം ചെടികളും കുഞ്ഞുങ്ങൾക്ക് ഒളിത്താവളങ്ങളും ഉള്ള ഒരിടത്ത് ഇവയെ വളർത്താവുന്നതാണ്. നീന്താനും ഒളിച്ചിരിക്കാനും ധാരാളം സ്ഥലമുള്ള, അതായത് കുറഞ്ഞത് 25 ഗാലൺ ശേഷിയുള്ള ഒരു ടാങ്ക് ശുപാർശ ചെയ്യുന്നു. ഇനി ഇവയ്ക്ക് നൽകേണ്ട പ്രധാന പരിഗണനകൾ എന്ന് പറയുമ്പോൾ സമാധാനപരവും അനുയോജ്യവുമായ ടാങ്ക് ഇണകളെ തിരഞ്ഞെടുക്കുക. ആക്രമണാത്മകമായ അല്ലെങ്കിൽ ചിറകുകൾ കടിക്കുന്ന ഇനങ്ങളെ ഒഴിവാക്കുക. ജലത്തിന്റെ ഗുണനിലവാരം സ്ഥിരമായി വെള്ളം മാറ്റുന്നതിലൂടെയും ശരിയായ ഫിൽട്രേഷൻ വഴിയും നല്ല ജലത്തിന്റെ ഗുണനിലവാരം നിലനിർത്തുക. ക്രമേണയുള്ള പൊരുത്തപ്പെടൽ. പുതിയ മത്സ്യ ഇനങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ സമ്മർദ്ദം ഒഴിവാക്കാൻ അവയെ സാവധാനം പൊരുത്തപ്പെടുത്തുക. ഓരോ 60 അല്ലെങ്കിൽ 70 ദിവസത്തിൽ ഒരു പെൺമത്സ്യം 10 മുതൽ 60 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും. അവയിൽ ഓരോന്നിനും ഏകദേശം 1/2 ഇഞ്ച് നീളമുണ്ടാകും. കറുപ്പും സ്വർണവും നിറമുള്ള പാണ്ടാമോളി മത്സ്യങ്ങൾ പോയ്സിലിഡേ കുടുംബത്തിൽപ്പെടുന്നു. ഈ കുടുംബം സാധാരണയായി ലൈവ് ബെയറർ കുടുംബം എന്നറിയപ്പെടുന്നു. ഇതിൽ വിവിധ ഇനം മോളികൾ, ഗപ്പികൾ, സോട്ടെയിൽ എന്നിവ ഉൾപ്പെടുന്നു. കറുപ്പും സ്വർണവും നിറമുള്ള പാണ്ടാമോളികൾ ഒരുതരം മോളിയാണ്. പ്രത്യേകിച്ച് പോയ്സിലിയ ജനുസിലെ നിറത്തിലും പാറ്റേണിലും വ്യത്യാസമുള്ള ഒരു ഇനം. പാണ്ടാമോളി മത്സ്യങ്ങൾക്ക് ആരോഗ്യവും സമാധാനപരവുമായ അന്തരീക്ഷം ലഭിക്കുന്നതിന് ഒരു ആൺമത്സ്യത്തിന് കുറഞ്ഞത് 2 പെൺമത്സ്യം എന്ന അനുപാതം നിലനിർത്താൻ ശുപാർശ ചെയ്യുന്നു. ഇത് ആണുങ്ങൾക്കിടയിലെ ആക്രമണം തടയാനും പെണ്ണിനുണ്ടാകുന്ന സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു.
പാണ്ടാമോളികൾ പൊതുവെ സമാധാനപ്രിയരാണ്. നന്നായി പരിപാലിക്കുന്ന അക്വേറിയത്തിൽ മറ്റ് പലതരം സമൂഹ മത്സ്യങ്ങളുമായി സഹവസിക്കാൻ കഴിയും. ഗപ്പികൾ, പ്ലാറ്റികൾ, സോറ്റയിൽ തുടങ്ങിയ മറ്റ് ലൈവ് ബൈറ്റുകളും കോറിഡോറസ്, ക്യാറ്റ് ഫിഷ്, വിവിധയിനം ടെട്രകൾ തുടങ്ങിയ സമാധാനപ്രിയരായ അടിത്തട്ടിൽ താമസിക്കുന്ന മത്സ്യങ്ങളും നല്ല ടാങ്ക് മേറ്റുകളിൽ ഉൾപ്പെടുന്നു. എല്ലാ മത്സ്യങ്ങളെയും ഉൾക്കൊള്ളാൻ ടാങ്ക് ആവശ്യത്തിന് വലുതാണെന്നും അവയ്ക്ക് വളരാൻ ആവശ്യമായ ഇടം നൽകുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. എന്തായാലും നമ്മൾ നമ്മുടെ പാണ്ടാമോളിസിനെ എല്ലാം തിരിച്ച് അതിന്റെ ടബിലേക്ക് തന്നെ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും പുതിയ മത്സ്യത്തിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.